നീ ഞെട്ടിയില്ലേ? ഞെട്ടിയില്ലേ? ഞെട്ടും, ആരായാലും ഞെട്ടും. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? എടീ, അത് പിന്നെ രാധാകൃഷ്ണൻ ചേട്ടനും കുടുംബവും നമുക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതല്ലേ. ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമ്മുടെ പ്രിയമോൾക്ക് ഇനി കിട്ടാനില്ല. ഞാനെപ്പോഴേ സമ്മതം പറഞ്ഞു. അച്ഛാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? വാമോളെ, ഞങ്ങള് നിന്റെ കല്യാണ കാര്യമാ സംസാരിച്ചോണ്ടിരുന്നത്. ആ സ്ഥലത്തെ ആ ഫോട്ടോ ഒന്ന് കൊടുത്തേ, അവളൊന്ന് കാണട്ടെ. എനിക്ക് കാണണ്ട. നീ ഒന്ന് നോക്കുമോളെ. നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഇക്കാലത്ത് ഫോട്ടോ നോക്കിയൊന്നും ഒരു കല്യാണം തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇത് പിന്നെ നമുക്കറിയാവുന്ന ഫാമിലിയും ചെക്കനും ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രിയമോളെ, ചെക്കനെ കാണിക്കാതെ കല്യാണം തീരുമാനിച്ചെന്ന് പിന്നെ നീ പറഞ്ഞേക്കരുത്. അടുത്ത ആഴ്ച അവൻ ലീവിന് വന്നാൽ ഉടനെ ഇങ്ങോട്ട് വരും നിന്നെ പെണ്ണ് കാണാൻ. അയ്യേ, ഇങ്ങോട്ടൊന്നും വരണ്ട. നിനക്ക് താല്പര്യമില്ല മോളെ? ഇല്ല. അത് ഇവളല്ലേ പറയേണ്ടത്. കല്യാണം ആലോചിക്കുന്ന ഇവക്കാ, അല്ല നിനക്കല്ല. ആർക്കായാലും ഈ വീട്ടില് പട്ടാളക്കാരൊന്നും വേണ്ട. എപ്പോഴാ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം? അതല്ലെങ്കിൽ തന്നെ വർഷത്തിൽ 10 മാസം അതിർത്തിയില്, 2 മാസം നാട്ടിലും. അങ്ങനത്തെ ഒരു ജീവിതം എന്റെ മോൾക്ക് വേണ്ട. ആശാലതേ, പട്ടാളക്കാർക്ക് എന്താ കുഴപ്പം? ഈ നാട് കാക്കാൻ പട്ടാളക്കാർ വേണം. നാട്ടിൽ ദുരന്തം ഉണ്ടായ പട്ടാളക്കാർ വേണം. ഒരു ലഹള ഉണ്ടായാൽ പട്ടാളക്കാർ വേണം. ഈ നാടിന്റെ മാനം കാക്കുന്ന ഒരു പട്ടാളക്കാരൻ എന്റെ മരുമകനായിട്ട് വരുന്നത് അഭിമാനമായിട്ട് കാണുന്നവനാണ് ഞാൻ. നിങ്ങൾ കണ്ടോ, വേണ്ടെന്ന് ആര് പറഞ്ഞു? പക്ഷെ എന്റെ മോൾക്ക് പട്ടാളക്കാരനെ വേണ്ട. അത് അവള് തീരുമാനിക്കട്ടെ. എനിക്കിപ്പോ വേണ്ട. എനിക്കിപ്പോ കല്യാണമേ വേണ്ട. അതെന്താ കല്യാണം വേണ്ടാത്തത്? വേണ്ടെന്നല്ല, ഇപ്പൊ വേണ്ടെന്നാ പറഞ്ഞ. കല്യാണം കഴിക്കേണ്ടത് അവളല്ലേ? അപ്പൊ അവളുടെ അഭിപ്രായം അനുസരിച്ചല്ലേ കല്യാണം നടത്തേണ്ടത്. ഇക്കാര്യത്തിൽ അത് നടക്കില്ല ആശാലതേ. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. വാക്ക് കൊടുത്തുന്നോ? എന്തിന്? ആരോട് ചോദിച്ചിട്ട്? എന്റെ മകളുടെ വിവാഹം നിശ്ചയിക്കുന്നതിന് എനിക്ക് ആരുടെ അനുവാദം വേണ്ട. വേണം, എന്റെ അനുവാദം വേണം. എനിക്കിഷ്ടപ്പെടാത്ത കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. ആ പയ്യന്റെ ഫോട്ടോ പോലും നോക്കാതെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ആദ്യം നീ ഇതൊന്ന് നോക്ക്, എന്നിട്ട് പറ വേണോ വേണ്ടയോന്ന്. എനിക്ക് കല്യാണം വേണ്ടച്ചാ. പിന്നെ നിനക്ക് ആരെയാ വേണ്ട? പറയടി. അതെ, അവൾക്ക് നാട്ടിലേതെങ്കിലും ജോലിയുള്ള ചെക്കനെ നോക്കിയാ മതി. മിണ്ടിപ്പോകരുത്. അടുത്ത ആഴ്ച പയ്യൻ ലീവിന് വന്നാലുടൻ അവൻ ഇവിടെ വരും പെണ്ണ് കാണാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ പയ്യന്റെയും നിന്റെയും ഗ്രഹനില ഞങ്ങൾ നോക്കി. നല്ല പൊരുത്തമുണ്ടെന്നാ ജോത്സ്യൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതും വരാൻ പറഞ്ഞതും. പിന്നെ ഇതിനിടയ്ക്ക് കയറി എന്തെങ്കിലും ഇടംകോലിടാൻ നോക്കിയാ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞാൽ അവൻ ഇവിടെ നാട്ടിലിട്ടച്ച് പോകത്തൊന്നുമില്ല മോളെ. അവൻ അവിടെ ഫാമിലി ക്വാർട്ടേഴ്സ് കിട്ടും. രണ്ടുപേർക്കും കൂടെ സുഖമായിട്ട് സന്തോഷത്തോടെ അവിടെ ജീവിക്കാം. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് കല്യാണം വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അനുവാദം ഇല്ലാതെ ഈ കല്യാണം തീരുമാനിച്ച ഞാൻ ഈ വീടിനകത്ത് കെട്ടി തൂങ്ങി ചത്തു കളയും. പറഞ്ഞേക്കാം. അയ്യോ, മോളെ, പ്രിയേ, പ്രിയമോളെ, നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കാര്യം അമ്മയ്ക്ക് അറിയില്ലേ? അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ആലോചന വേണ്ടെന്ന് പറഞ്ഞത്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അതിനെതിന് അച്ഛൻ എന്നെ അടിച്ചത്. നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്ത് തെറ്റ്? ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മ പറയുന്നേ? ദേ,
വിവാഹപ്രായമായ മക്കളെ കല്യാണം കഴിച്ചു വിടുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ കടമയാണ്. നിന്റെ അച്ഛനും അതല്ലേ പറഞ്ഞുള്ളൂ. നിനക്ക് അവിനാശിനെ ഇഷ്ടമാണെന്നുള്ളത് എനിക്കല്ലേ അറിയൂ. നിന്റെ അച്ഛൻ അറിയാമോ? ഇല്ലല്ലോ. ഇപ്പൊ നിന്റെ അച്ഛനോട് എടുത്തെടുച്ചിക്കാര്യം പറയാനും പറ്റില്ല. അത് പറയണമെങ്കിൽ അവിനാശും സൂര്യയും തമ്മിൽ നിയമപരമായി ബന്ധം വേർപെടുത്തണം. അല്ലാതെ ഭാര്യയുള്ള ഒരുത്തന് നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എന്തിനാണോന്ന് അമ്മ പറയുന്നത്? എടി, ഇതിനൊക്കെ ഒരു നയം വേണം. എന്ന് പറഞ്ഞ കരച്ചിലും ബഹളവും ഒക്കെ കൂട്ടി എതിർക്കുന്നതിന് പകരം നയത്തിൽ സംസാരിച്ചിരുന്നുവെങ്കിൽ അച്ഛൻ നിന്നെ അടിക്കുമായിരുന്നോ? അമ്മ നയത്തിലാണോ അച്ഛനോട് സംസാരിച്ച? എടി, ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ. ഞാൻ ഇത്തിരി കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാലും അദ്ദേഹം അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. ചിലപ്പോ എന്നെ കുറച്ച് ചീത്ത പറയും. അതോടെ ആ കാര്യം അവസാനിക്കും. പക്ഷേ പെൺമക്കൾ മുഖത്ത് നോക്കി എതിര് പറയുന്നത് ഒരച്ഛന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിനക്ക് അടി കിട്ടിയത്. ഞാനിനി എന്ത് ചെയ്യും? അതമ്മ പറ. എനിക്ക് ഈ ജന്മത്ത് അവിനാശിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ. നീ ഇപ്പൊ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം. എത്രയും പെട്ടെന്ന് അവനോട് സൂര്യയെ ഒഴിവാക്കാൻ പറയും. ഇല്ലെങ്കിൽ ഞാനും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അമ്മേ, പല തവണയായി ഞാൻ അവനോട് ഇക്കാര്യം പറയുന്നു. ഇതുവരെ അവൻ അവളെ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് അതെങ്ങനെ സാധിക്കും അമ്മേ? കട്ടിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ പോലും സൂര്യക്ക് സാധിക്കുന്നില്ല. അസുഖം ഒന്ന് ഭേദമായി കഴിഞ്ഞ അവൾ അവിനാശിനെ ഡിവോഴ്സ് ചെയ്ത് നേരെ യുഎസിലേക്ക് പോവും. അത് കഴിഞ്ഞ ഞങ്ങളുടെ വിവാഹം. അങ്ങനെ അവിനാശ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന പഞ്ചാര വാക്കുകൾ മാത്രം. നാളെ ആ കിടപ്പിന്ന് എഴുന്നേക്കുമ്പോ അവൾക്ക് അവനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? പിന്നെ നിങ്ങളുടെ കല്യാണം നടക്കൂ. അതുകൊണ്ട് എത്രയും വേഗം സൂര്യയെ ഡിവോഴ്സ് ചെയ്യാൻ നീ അവിനാശിനോട് പറഞ്ഞേ പറ്റൂ. അതെ, ആദ്യം അച്ഛനോട് പോയി സോറി പറഞ്ഞ് വഴക്ക് അവസാനിപ്പിക്കേ. എന്നാലേ നീ വിചാരിച്ച പോലെ കാര്യം നടത്താൻ പറ്റൂ. ചെല്ല്. സോറി അച്ഛ. അതൊന്നും സാരമില്ല. അച്ഛനും മോളും ഒക്കെ ആവുമ്പോ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. അതിനെന്താ? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തില് അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യാന്ന് അച്ഛൻ എനിക്ക് വാക്ക് തന്നതല്ലേ. അച്ഛൻ പറയുന്ന ആരെ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കാം. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി. മോളെ, കാലവും പ്രായവും നമ്മൾ പിടിച്ചാ കിട്ടുന്ന ഒന്നല്ല. അത് അതിന്റെ വഴിക്ക് പൊക്കൊണ്ടേയിരിക്കും. നീ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ വാക്കുന്ന കാര്യം. ഒരച്ഛന് സ്വന്തം മക്കളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും പ്രധാനപ്പെട്ട തന്നെ. നിനക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ കുടുംബത്തിനോട് യോജിക്കുന്ന ഒരു ബന്ധമായിരിക്കണം. അത് പിന്നെ അവൾ അങ്ങനെയല്ലേ ചെയ്യൂ. അവള് നമ്മുടെ മോളല്ലേ. ഞാൻ പറഞ്ഞു തീർന്നില്ല. മോളെ, ഞാനിപ്പോ പറഞ്ഞതിനേക്കാൾ ഒക്കെ കൂടുതൽ നീ ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യമുണ്ട്. നീ കണ്ടെത്തുന്നവൻ ജീവിതകാലം മുഴുവൻ നിന്നെ സ്നേഹിച്ച് സംരക്ഷിക്കുമെന്ന് നിനക്കെങ്കിലും ഉറപ്പ് വേണം. അബദ്ധത്തിലാണെങ്കിലും ഒരു രണ്ടാം കെട്ടുകാരനെ നിന്റെ ചേച്ചി വിവാഹം കഴിച്ചു. ആ അവസ്ഥ നിനക്കുണ്ടാകരുതെന്ന് ഈ അച്ഛൻ ആഗ്രഹമുണ്ട്. നിന്റെ ജീവിതം സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിക്കണമെന്നാ
അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പിന്നെ നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനവും ഇവൾ അംഗീകരിക്കും എന്ന് കരുതി ഇവൾ എതിർക്കുന്ന ഒരു തീരുമാനവും നമ്മളും എടുക്കില്ലല്ലോ, അല്ലേ സുധേട്ടാ? ചിലപ്പോ എടുക്കേണ്ടി വരുവാ ചിലത്. അത് ഇവളുടെ നന്മയ്ക്ക് വേണ്ടിയാ. നാളെ ഇവള് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയാ. ജ്യോത്സ്യൻ പറഞ്ഞനുസരിച്ച് നിനക്കിപ്പോ കല്യാണത്തിനുള്ള യോഗമുണ്ട്. ഇവൾക്കൊരു നല്ല വിവാഹം ഉടനെ വരും സുധേട്ടാ. ജ്യോതിമോൾക്ക് കിട്ടിയതിനേക്കാൾ പണവും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ഉള്ള ഒരു പയ്യൻ. അങ്ങനെ ഒരാൾ വരും. ശാലതേ, പണവും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും വേണ്ടെന്നല്ല, എല്ലാം വേണം. അതെല്ലാം ജീവിതത്തിന് ആവശ്യവുമാണ്. പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ അതിനെല്ലാം രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ആദ്യത്തെ സ്ഥാനം പരസ്പര സ്നേഹത്തിനും വിശ്വാസത്തിനുമാണ്. അതിനപ്പുറം ജീവിതത്തിൽ സമ്പാദ്യങ്ങൾക്കെല്ലാം വെറും കടലാസിന്റെ വിലയുള്ളൂ മോളെ. നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നവനായിരിക്കണം, വിശ്വസിക്കാൻ കഴിയുന്നവനായിരിക്കണം. അങ്ങനെ ഒരാൾ നിന്റെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ അച്ഛനോട് പറയേ, അച്ഛൻ നടത്തി തരാം. ഉണ്ടോ? അങ്ങനെ ഒരാളെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? എങ്കിൽ അച്ഛനൊരു കാര്യം പറയാം. മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ഏത് തീരുമാനമെടുക്കാനുള്ള അവകാശവും വിവാഹം വരെ മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഞാനിപ്പോ ഒരു തീരുമാനം എടുക്കുക. സുമേഷ് ലീവിന് വന്നാലുടൻ അവര് നിന്നെ കാണാൻ വരും. 2 മാസത്തെ ലീവിനാ അവൻ വരുന്നത്. അതിനകം നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഞാൻ നടത്തും. വിവാഹം കഴിഞ്ഞ് നീ ഭർത്താവിനൊപ്പം ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യും. മോളെ, ഈ തീരുമാനത്തിൽ ഇനിയൊരു മാറ്റമില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ അവസ്ഥയല്ലേ ഇപ്പൊ നമ്മള്. പേരിന് ഡീക്കയുടെ മരുമക്കൾ. കൊട്ടാരം പോലുള്ള ഈ അമരാവതി വീട്ടില് കോടികളുടെ ആസ്തിയുണ്ട്. ജ്യോതിയോടുള്ള ദേഷ്യം കൊണ്ട് നമ്മൾ ഈ വീട്ടിലെ പണിക്കാരൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ അതിപ്പോ നമുക്ക് പണിയായി. എല്ലാ ജോലിയും നമ്മുടെ മേലെ തന്നെ വന്ന് വീണു. അടുക്കളയുടെ താക്കോൽക്കൂട്ടം മായച്ചിന്റെ കൈ കൊടുത്തിട്ട് ആ ജ്യോതി ഹാപ്പി ആയിട്ട് കറങ്ങി നടക്കുക. എന്ത് പറയാനാ, നമ്മളോ അടുക്കളയിലെ ചൂടത്ത് വിയർത്ത് കരി പിടിച്ച് ഇട്ടിരുന്ന മേക്കപ്പ് ഒക്കെ പോയി. അടുക്കളക്കാരെ പോലായി നമ്മളിപ്പോ. പറഞ്ഞത് വളരെ ശരിയാ. നമ്മളിവിടെ അടുക്കളയിലെ അടിമകളെ പോലെ തന്നെ ജീവിക്കുന്നത്. ഈ മായച്ചിയും കണക്ക. മായച്ചി ഇതൊന്നും കേറിയാതെ എല്ലാ ജോലിയും കൂടി നമ്മുടെ മേലേക്കിട്ട് പട്ടസാരി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക. നമ്മളോ ഈ അടുക്കളയിലും. നമ്മുടെ ഒരു ഗതിയെ. കേട്ടു കേട്ടു. വേറെ എന്തൊക്കെയുണ്ട് പരദൂഷണം? കൊള്ളാം. ഒരല്പം ഫ്രീ ടൈം കിട്ടിയ എന്നെ കുറിച്ച് തന്നെ പരദൂഷണം പറഞ്ഞോണം. അല്ല, നിങ്ങളൊക്കെ ഈ വീട്ടിൽ എന്ത് ജോലിയാ ചെയ്യുന്നേ? ആരുടെ അടിമയായിട്ടാ ജോലി ചെയ്യുന്നത്? ഇനി അതും അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങളുടെ ആരാ? ഈ വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ ആരാ? ഇത് നമ്മുടെ കുടുംബമല്ലേ? ഓ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്താ എന്താ കുഴപ്പം? ഇത്തിരി മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒക്കെ പോകും, അത്രയല്ലേ ഉള്ളൂ. അത് സാരമില്ല. ഇന്നലെ വരെ പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയിട്ട്
ഇന്ന് അടുക്കളയിൽ ഇത്തിരി ജോലി ചെയ്തതിന് ഇങ്ങനെ മാറിയിരുന്ന് കുറ്റം പറയുന്നത് മഹാമോശമായി പോയി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ കുശുമ്പും കുന്നായ്മയൊക്കെ പറയുന്നത് മാറ്റിവെച്ചിട്ട് ഈ വീട്ടിൽ ഇപ്പൊ നടക്കുന്നത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്നാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഈ വീട്ടിൽ എന്താ നടക്കുന്നെന്നാ ചേച്ചി പറയുന്നേ? ആ വിവരമില്ലാത്ത ജ്യോതി കോമഡി സിനിമയിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് പെരണ്ട് നടക്കും. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ കാണിക്കും. ഭർത്താവിന്റെ വേഷം കെട്ടി നമ്മുടെ DK അവാർഡ് സിനിമയിലെ നായകനെ പോലെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാ ഒരു പീരിയോഡിക് സിനിമയ്ക്ക് സെറ്റിട്ട പോലെ ഇരിക്കും ഈ വീട്. അതെ. ഇതല്ലാതെ ഇത് കൂടുതൽ എന്താ ഈ വീട്ടിൽ നടക്കുന്നത്? ഒന്നുമില്ല. ഞങ്ങൾ അടിമകളെ പോലെ ഈ വീട്ടിൽ പണിയെടുത്ത് ചാവുന്ന മിച്ചം. നിങ്ങൾ കുറച്ചു നേരം ആ ജ്യോതിയുടെ കൊതിയും നുണയും പറയുന്ന പാട്ടങ്ങ് മാറ്റിവെക്കും. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. ഈ വീട്ടില് നമ്മൾ അറിയാത്ത ഒരു രഹസ്യമുണ്ട്. രഹസ്യോ? എന്ത് രഹസ്യം? എനിക്കാണെങ്കിൽ രഹസ്യം പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പറ ചേച്ചി, നമ്മുടെ വീട്ടിൽ എന്താ നടക്കണേ? ആരുടെ കാര്യമായ ഉദ്ദേശിച്ചേ? ജയേട്ടന്റെ കാര്യം. ജയേട്ടനോ? ജയേട്ടൻ എന്ത് രഹസ്യം ഇവിടെ ഉള്ളേ? സുപ്രിയാന്റിയുടെ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹം ഇവിടെ വല്ലപ്പോഴും വന്ന് കുറച്ചു ദിവസം താമസിക്കും. അല്ലാതെ അദ്ദേഹത്തിന് എന്ത് രഹസ്യം ഇവിടെ? നിങ്ങൾ വിചാരിക്കും പോലെ അല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ജയേട്ടൻ ഈ വീട്ടിൽ വന്ന നിമിഷം മുതൽ ജ്യോതിയിൽ എന്തോ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നുവെച്ചാ? എന്റെ ബലമായ സംശയം ആ ജ്യോതിക്ക് ജയേട്ടന് പേടിയുണ്ടെന്നാ. ചില സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുമ്പോ അവള് വളരെ പേടിയോടെയാ ജയേട്ടനോട് സംസാരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ രഹസ്യമായിട്ടാ അവര് സംസാരിക്കുന്നത്. പക്ഷെ ജയേട്ടൻ ഈ വീട്ടിൽ വന്നിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അവർ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. പിന്നെന്താ അവർ തമ്മിൽ പ്രശ്നം? നീ പറഞ്ഞതൊക്കെ എനിക്കും അറിയാം. പക്ഷേ നമ്മളുള്ളപ്പോ ഒരു രീതിയിലും നമ്മൾ പോയി കഴിഞ്ഞ് മറ്റൊരു രീതിയിലും അവര് സംസാരിക്കുന്നത്. എനിക്കത് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കണല്ലോ മായച്ചി. കണ്ടുപിടിക്കണം. ജ്യോതിയോ ജയേട്ടനോ ഇവരിൽ ആരെയാണ് പേടിക്കുന്നത് അല്ലെങ്കിൽ പേടിപ്പിക്കുന്നത്? ഇത് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. മായച്ചി പറഞ്ഞത് ശരിയാ. അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുമ്പോ ഒരു പേടി ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു രഹസ്യം ഉണ്ടായിരിക്കും. അത് ഉറപ്പാ. ഒരുപാട് നാളിങ്ങോട്ട് വരാതിരുന്നിട്ട് ജയേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആ രഹസ്യം തേടിയാണെങ്കിലോ? എന്തായിരിക്കും ആ രഹസ്യം? ആ രഹസ്യം എന്തായാലും അത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ 3 പേരും അതിന് പരിശ്രമിക്കണം. ചേച്ചി, ഡൺ. ഹലോ ചേട്ടാ, ഈ കാലൊന്നും എടുത്തേ. പറ്റില്ല. അതെന്താ? അപ്പൊ എനിക്ക് കിടക്കണ്ടേ? എനിക്കറിയില്ല. ബെസ്റ്റ്. നിങ്ങൾ ഈ കാലൊന്ന് മാറ്റിക്കേ. നടക്കില്ല. ഇത് അന്യായമാണ്. ആവാം. കഷ്ടമാണ്. കറക്റ്റ്. നിങ്ങൾ ഒരു സാഡിസ്റ്റാ. യെസ്, അതെ.
ആക്ച്വലി നിങ്ങൾ ഈ കാലൊന്ന് ഈ മാറ്റി കഥ പറയുന്നത് നിർത്തി നിന്റെ പാട്ടിന് പോകാൻ നോക്ക്. പോവാനോ? നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് ഹേ? നിങ്ങൾ എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ മാന്യമായിട്ടല്ലേ പെരുമാറിയത്? സ്നേഹത്തോടെയല്ലേ നോക്കിയത്? എന്റെ ബെഡ് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ താഴെ കിടന്നില്ലേ? നിങ്ങൾ അതൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എപ്പോഴേ മറന്നു. അതെ, ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന നിങ്ങളുടെ ഒരുമാതിരത്തെ ഈ സ്വാതന്ത്ര്യം നിർത്തുന്നുണ്ട് സുവിശേഷം. നിർത്തിയില്ലെങ്കിൽ വാ ഇവിടെ. എന്തായി കാണിക്കുന്നേ? വാ കാണിച്ചു തരാം.